ചില വർഷങ്ങൾക്ക് പുറകിൽ ഒരു സഭയിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പ്രസംഗിക്കുമ്പം പുള്ളി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു, അവൻ കാഹളനാദം കേൾക്കുമ്പോൾ, വലിയ അവൻ മുഴക്കവും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ യേശു വരും. അങ്ങനെയുള്ള മുഴക്കം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഉറപ്പിച്ചോണം, യേശു തൻ്റെ ജനത്തെ വിളിക്കാൻ വേണ്ടി വരികയാണ്. അത് എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? നാളിൽ കാഹളനാദത്തിങ്കൽ നമ്മൾ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്യുച്ചനാദമുള്ള കാഹളനാദമൊക്കെ കേൾക്കുമ്പം യേശു വരുമെന്നാ ഈ പാസ്റ്റർ പ്രസംഗിച്ചത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് യേശു വന്നാലും എടുക്കപ്പെടാൻ തയ്യാറുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? അത് ചോദിച്ചപ്പോ സഭ മൊത്തം കൈവക്കി. അപ്പൊ നിങ്ങൾ കൈവക്കിയതുപോലെ സഭ മൊത്തത്തിൽ കൈവക്കി. പക്ഷേ ഈ സെക്കൻഡിൽ വന്നാലും ശരി, ഈ സെക്കൻഡിൽ കാഹളം കേട്ടാലും ശരി, അവൻ യേശു വന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. പറഞ്ഞു തീർന്നതും പെട്ടെന്നൊരു കാഹള ശബ്ദം കേട്ടു. പെട്ടെന്ന് എന്തൊക്കെയോ മുഴക്കം കേൾക്കുന്നു. ആ സഭ കുലുങ്ങുമാറ് വലിയ ശബ്ദം കേൾക്കുന്നു, വലിയ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ പാസ്റ്റർക്ക് മനസ്സിലായി, വിശ്വാസിക്ക് മനസ്സിലായി, യേശു വരികയാണ്. യേശു വരികയാണ്. ആ കാഹളനാദം കേട്ടു, ഒരു വലിയ മുഴക്കം, ചില സെക്കൻഡുകൾ, ചില മിനിറ്റുകൾ നീണ്ട ആ ശബ്ദം കേട്ടു. അത് അവസാനിച്ചു. പാസ്റ്റർ നോക്കിയപ്പോ പാസ്റ്റർ അവിടെ നിൽപ്പുണ്ട്, വേറെ ആരെയും കാണാനില്ല. പാസ്റ്റർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ കർത്താവ് വന്നതല്ല, പാസ്റ്റർ ശരിയാണോ, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പിയാരെയും ആൾക്കാരെയൊക്കെ വെച്ച് വലിയ ബാൻഡും വലിയ ട്രംപറ്റൊക്കെ വെച്ച് ശബ്ദം ഉണ്ടാക്കിയതാ. ഇത് ഇവർ വിശ്വസിക്കുന്നുണ്ടെന്നറിയാം, ശബ്ദം ഉണ്ടാക്കിയതാ. ഇപ്പൊ പാസ്റ്റർ ശരിക്കും കർത്താവ് വന്നു, ആൾക്കാരെ കാണാനില്ല. ചർച്ച എംഡിയായി, പാസ്റ്റർ മാത്രം അവിടെ ഉള്ളൂ. കപ്പിയാർ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അവർ ബാൻഡ് എല്ലാം കൊണ്ട് സ്വത്രം മേലത്തെ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സഭ ശൂന്യമാണ്, ആരെ കാണാനില്ല. ആ പാസ്റ്റർ നോക്കിയടാ കപ്പിയാരെ, ഈ ശരിക്കും കർത്താവ് വന്നോ? നിങ്ങൾ തന്നെയാണോ ഇത് ഊതിയത്? സ്വത്രം എനിക്ക് വലിയ കാഹളമായിട്ട് നിങ്ങൾ ശരിക്കും യേശുവങ്ങാനം വന്നോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തല മേശയുടെ അടിയിൽ നിന്ന് പൊങ്ങി, രണ്ടാമത്തെ തല സ്റ്റൂളിന്റെ അടിയിൽ നിന്ന് പൊങ്ങി. പുള്ളി പറഞ്ഞ പാസ്റ്ററെ, കർത്താവ് വരുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൻ പ്രൊമോഷൻ അടുത്ത ആഴ്ച സംഭവിക്കുന്ന, അതും കൂടെ വാങ്ങിച്ചിട്ട് പോകാം. ഇപ്പുറത്തിരുന്ന അമ്മച്ചി അപ്പുറത്തിരുന്ന ആ ബെഞ്ചിൻ്റെ ഇടയിൽ നിന്ന് പൊങ്ങി വന്നു, പാസ്റ്റേ നല്ല ഒന്നാം തരം ബീഫും പത്തിരിയും വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാ പോരെ? ഹലോ, എന്റെ കൂടെ ഉണ്ടോ? നമ്മളിൽ പലരും ഇങ്ങനെ ഇപ്പം വന്ന പോകും കർത്താവേ, ഞാൻ റെഡിയാണ്. പക്ഷേ ആ വിശ്വാസം ഇപ്പം കർത്താവ് വന്നാൽ നിങ്ങളെ കസേരടിയിൽ നിന്ന് ഞാൻ പൊക്കേണ്ടി വരും. ഹലോ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ഈ സഭയിൽ വന്ന് ആമേൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു ആലോചന പറയാം. നിങ്ങൾ ഇപ്പം കേട്ട ആമേൻ പറയുന്ന ഈ ദൈവ ശബ്ദം നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പോകുന്ന ഇടത്ത്, നിങ്ങളുടെ അടുക്കളയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ, ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രവചിച്ചുകൊണ്ടേ ഇരുന്ന ഒരു നാൾ കഴുകനെ പോലെ നീ ചിറകടിച്ച് കയറും. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ.